നല്ല ആശയങ്ങൾ, പരീക്ഷയെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച്, അങ്ങനെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നതിന്, മെസ്സേജ് അയക്കുന്നതിന് തെറ്റുണ്ടോ? രണ്ടാളുകൾ തമ്മിൽ സ്നേഹിക്കുന്നത് അത് അള്ളാഹുവിന് ഇഷ്ടമാണ്, അതിന് പ്രതിഫലമുണ്ട് എന്നല്ലേ പറഞ്ഞു. അസ്സാം വലൈക്കും വറഹമത്തുള്ള. യാദൃച്ഛികമായി വന്നതാണ് പിന്നെ ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവരും ക്ലാസ് കേട്ട കൂട്ടത്തിൽ ആ കുട്ടിയും ക്ലാസ് കേട്ടു. അപ്പോൾ ക്ലാസ് കേട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട്. അപ്പോൾ ആ സംശയങ്ങൾ അവൻ ചോദിച്ചു. അതിൽ ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു അശ്ലീലമോ ഒരു ചീത്ത വാക്കോ ഒന്നുമില്ലാതെ നല്ല ആശയങ്ങൾ, പരീക്ഷയെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച്, അങ്ങനെ നല്ല കാര്യങ്ങളെക്കുറിച്ചും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നതിന്, മെസ്സേജ് അയക്കുന്നതിന് തെറ്റുണ്ടോ? അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ചാറ്റിങ്ങൾ സ്വകാര്യമാണ്, നിങ്ങൾ രണ്ടുപേരും മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളെ തിന്മയിലേക്ക് നയിക്കും. ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊക്കെ അത് പോവും. അതുകൊണ്ട് അത് ഒഴിവാക്കൽ തന്നെയാണ് സൂക്ഷ്മത. ചെയ്യാനും പാടില്ല. ഒരാണും പെണ്ണും ഒറ്റയ്ക്ക് സംസാരിക്കുന്നതും സന്ദേശങ്ങൾ കൈമാറുന്നതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവൻ ചോദിച്ചു, പിന്നെ രണ്ടാളുകൾ തമ്മിൽ സ്നേഹിക്കുന്നത് അത് അള്ളാഹുവിന് ഇഷ്ടമാണ്, അതിന് പ്രതിഫലമുണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഇഷ്ടം, സ്നേഹമെന്ന് പറഞ്ഞാൽ ഒരാണും പെണ്ണും തമ്മിലുള്ള സ്നേഹം വിവാഹത്തിലല്ലാതെ വിരോധിക്കപ്പെട്ടതാണല്ലോ, അന്യ ആണും അന്യ പെണ്ണും. അതുകൊണ്ട് ഹറാമായ ഒരു കാര്യത്തിലൂടെ അള്ളാഹുവിൻ്റെ ഒരു ഇഷ്ടം കിട്ടൂലല്ലോ എന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പോൾ സ്വാഭാവികമായും വളരെ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ വരെ ഇത്തരത്തിലുള്ള ചില ബന്ധങ്ങളിലും ചില പശ്ചാത്തലങ്ങളിലും അവരറിയാതെ എത്തിപ്പെടുകയും വളരെ കുറ്റബോധത്തോടു കൂടെ അവരെന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്നു എന്ന ഒരു വലിയ കാര്യമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഇരുന്നപ്പോൾ തൊട്ടടുത്താണ് അവൻ നിസ്കരിക്കുന്നത്. അപ്പോൾ അവൻ വീണ്ടും ചോദിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് എന്താ ഈ കൂട്ടുപ്രാർത്ഥനകളില്ലാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ ആ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ ഇമാം വന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു ഇമാമിലോ ജമാഅത്ത് നമസ്കാരങ്ങളിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി ചെയ്തതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും നബി തിരിഞ്ഞിരിക്കുകയും നബി ആമീൻ പ്രാർത്ഥിക്കുകയും സഹാബത്ത് ആമീൻ പറയുകയും ചെയ്തിട്ട് ഒരു സംഭവമല്ല. അതുകൊണ്ട് ഒരു പ്രവാചക മാതൃകയില്ലാത്തൊരു കാര്യമാണുകൊണ്ട് അതൊരു ബിദഅത്താണ്, ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇനി മാത്രമല്ല, ഹറമിലൊക്കെ നമ്മൾ ചെന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് നമുക്കിത് കാണാനും സാധ്യമല്ല. നമുക്ക് അവിടെ പോകുമ്പോൾ, അല്ല ഉംറയ്ക്കോ ഹജ്ജിനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് നേരിട്ടത് അനുഭവപ്പെടും എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ചുറ്റുപാടുകളെ നിരീക്ഷിച്ച് തങ്ങൾ കാണുന്ന കാര്യങ്ങൾ തെറ്റും ശരിയൊക്കെ അന്വേഷിക്കുന്ന ആ ഒരു മനസ്സ് നമ്മുടെ പുതിയ തലമുറക്കുണ്ട്. പക്ഷെ ആ മനസ്സിനെ പ്രോത്സാഹിപ്പിക്കാനും അവരോടൊപ്പം നിൽക്കാനും അവർക്ക് നല്ല മറുപടികൾ കൊടുക്കാനും അവരെ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. അതിന് അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അറിയാത്തതും മനസ്സിലാക്കാത്തതുമാണ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകൾ. ഏതൊക്കെ രംഗത്താണ് അവർ വഴി തെറ്റുക എന്നുകൂടെ മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റണം. ആ നിലക്ക് അവർക്ക് മാർഗദർശനം നൽകി അവരെ ശരിയായ വഴിയിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.